പത്തനംതിട്ട മലപ്പള്ളിയിൽ വായ്പാ തുക തിരിച്ചടക്കാത്തതിനെ തുടർന്ന് വീട് ജപ്തി ചെയ്ത കുടുംബത്തിന്റെ ദുരിതം തുടരുന്നു. ഇത് 6ാം ദിവസമാണ് വൃദ്ധയായ മാതാവടക്കം 6 കുടുംബാംഗങ്ങൾ വീട് പരിസരത്ത് അന്തിയുറങ്ങുന്നത്. സഹോദരിമാർക്കൊപ്പം വീട് പരിസരത്ത് രാത്രി കഴിയുന്നതിൽ ആശങ്കയുണ്ടെന്ന് മലപ്പള്ളി കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്നും വായ്പയെടുത്ത ഹരികുമാറിന്റെ മകൾ ഹരിത റിപ്പോർട്ടറിനോട്. എൻ്റെ പ്രായമായ 3 പെൺകുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്രായത്തിൽ 2 വയസ്സുകൂടെ കൂടുതലൊക്കെയുള്ള അമ്മ, അവരെയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങും ഇറങ്ങിപ്പോകത്തില്ല. വാടകയ്ക്ക് എടുക്കാൻ ഞങ്ങൾക്കൊക്കത്തില്ല. 5 പൈസയ്ക്ക് നിവൃത്തിയില്ലായിരിക്കും. ഞങ്ങൾ 10,000 10,000 സെക്യൂരിറ്റിയൊക്കെ കൊടുക്കണം, വാടക കൊടുക്കണം. എല്ലാം കൂടി ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. ഇവിടെ കിടന്ന് ചത്താലും ഞാൻ വേറെ എങ്ങും പോകുന്നില്ല. എൻ്റെ കുഞ്ഞിന് ഇന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നു. അവന് ഹിരണ്യയുടെ അസുഖമാണ്, നെഞ്ചിനകത്ത് വേദന അറ്റായിക്കുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി. പ്രവീൺ, എന്താണ് സംഭവിച്ചത്? എന്താണ് ചെയ്യാനാവുക സമൂഹത്തിന്? നികേഷ്, പത്തനംതിട്ട മല്ലപ്പള്ളി ആനിക്കാട് എന്ന സ്ഥലത്താണ് ഈ ഹരികുമാറിന്റെ കുടുംബം ഉള്ളത്. ഹരികുമാറിന്റെ 8 സെന്റ് പുരയിടവും ഒപ്പം അദ്ദേഹം താമസിച്ചിരുന്ന വീടുമാണ് മല്ലപ്പള്ളി കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ജപ്തി ചെയ്തിരിക്കുന്നത്. 2 ലക്ഷം രൂപ വായ്പ എടുക്കുകയും പിന്നീട് വായ്പാ തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്നായിരുന്നു ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോയത്. ഇപ്പോൾ ഈ കുടുംബം വീടിന് സമീപം തന്നെ താമസിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് പോകാൻ മറ്റെങ്ങുമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർ നിസ്സഹായരാണ്. പ്രായമുള്ള അമ്മ, നമ്മളിപ്പോൾ കേട്ടത് 80 വയസ്സുകാരിയായിട്ടുള്ള വത്സമ്മയുടെ വാക്കുകളാണ്. അവർ വീടിന്റെ തിണ്ണയിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും അവർക്ക് എങ്ങോട്ട് പോകണമെന്നൊരു അറിയാത്തൊരവസ്ഥയാണ്. ഈ വായ്പ എടുത്ത ഹരികുമാറാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് ഹെർണിയയുടെ ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്നത്. ഇന്നായിരുന്നു ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിന് പോലും കഴിയുന്നില്ല. ഇപ്പോൾ ഈ വീട്ടിലെ ഹരികുമാറിന്റെ മകൾ ഹരിത തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ നിസ്സാവസ്ഥയിലാണെന്നറിയാം. നിങ്ങളുടെ ഈ വിഷയത്തിൽ ഒരു പരാതി എന്താണ്? നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്? നമ്മൾ 2012 2 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ലോൺ എടുത്തത്. അതിൽ 1.25 നമ്മൾ അടച്ചു. അതിൽ നിന്ന് പിന്നെ ബാക്കി വന്നതിന് പെൻഡിങ്ങിലാണ് അവർ നമ്മളെ ഇപ്പം ജപ്തി ചെയ്ത് പുറത്താക്കിയത്. പക്ഷേ 8 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ നല്ല വീടാണ്. നല്ല വീടെന്ന് വെച്ചാൽ നമുക്ക് 3 റൂമുണ്ട്, അടുക്കളയും ഹാളും സിറ്റ് ഔട്ടും പുറത്ത് ബാത്റൂമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു വീടാണ് നമ്മുടെ. അപ്പോൾ ഈ 2 ലക്ഷം രൂപയുടെ ഇത് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 8 സെൻറ്റ് ഭൂമിയും ഇതും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ബാങ്ക് ചെയ്യുന്നത് ന്യായമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, കാരണം വെച്ചാൽ 8 സെന്റ് ഭൂമിയിൽ നമുക്ക് ഇവർ ഈ വീട് നമുക്ക് വിട്ട് തന്നിട്ട് സ്ഥലത്തിൻ്റെ അകത്ത് നമ്മൾ എടുത്താലും പ്രശ്നമില്ല. ഇതിപ്പോൾ റോഡ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചീപ്പ് റേറ്റ് 1 lakh എങ്കിലും നമുക്ക് സെന്റിന് കൊടുക്കാവുന്നതാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ 1 lakh അല്ല, 1.5 ലക്ഷം രൂപയോളം മതിപ്പ് വിലയുണ്ട് ഇവിടെ. അത് 8 സെന്റ് ഭൂമിയാണെങ്കിൽ പോലും 12 ലക്ഷം രൂപയോളം ഭൂമിക്ക് മാത്രം വിലയുണ്ട്. പിന്നെ ഈ ഒരു വീട് അല്ലെ, അത്രയും തുക നിങ്ങൾക്ക് സ്വത്തുണ്ട്. അപ്പൊ അതിൻ്റെ അകത്താണ് അവർ ഈ 2 ലക്ഷം രൂപയുടെ ഇതും പറഞ്ഞ് നമ്മളെ ജപ്തി ചെയ്ത് ഇറക്കിയത്. നിങ്ങൾ 3 പെൺകുട്ടികളാണല്ലോ, മോളാണ് മൂത്തത്, 2 സഹോദരിമാർ കൂടിയുണ്ട്. നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ഇപ്പൊ നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ കിടക്കുന്നത്. രാത്രിയിലൊക്കെ ആണെന്ന് പറഞ്ഞാലും 3 പെൺപിള്ളേരാണ്, പിന്നെ അമ്മയും അച്ഛമ്മയും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും പേരും ഒരു ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ കിടക്കുന്നത്. രാത്രിയിൽ മഴ പെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാറാനായിട്ട് ഒരു വഴിയില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇവർ നമ്മുടെ സ്ഥലത്തിൻ്റെ അകത്തുനിന്ന് അറ്റാച്ച് ചെയ്തോട്ടെ, കുഴപ്പമില്ല. വീട് നമുക്ക് വിട്ടു തരുവാണെങ്കിൽ കുറച്ച് നികേഷ്, ഇതാണ് ഈ ഹരിത എന്ന് പറയുന്ന ഈ വീട്ടിലെ മൂത്ത മകളുടെ ആവശ്യം. ഇതാണ് 8 സെന്റ് ഭൂമിയും വീടുമുണ്ട്. 2 ലക്ഷം രൂപ ഇവർ വായ്പ എടുത്തിരുന്നു. ബാങ്ക് അധികൃതർ പറയുന്നത് ഇനി 4.5 ലക്ഷം രൂപ കൂടി തിരിച്ചടയ്ക്കണമെന്നാണ്. പക്ഷേ ആ തുക അടയ്ക്കാനുള്ള നിവൃത്തി ഇവർക്കില്ല. അതിനെ തുടർന്നാണ് ബാങ്ക് ഇത്തരത്തിൽ കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയിലേക്ക് തന്നെ പോയിരിക്കുന്നത്. 14% പലിശയ്ക്കാണ് ഈ ഹൗസിംഗ് സൊസൈറ്റി ഇവർക്ക് വായ്പ കൊടുത്തിരുന്നത്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് 14% പലിശ, പ്രതിമാസം 4,000 രൂപ തിരിച്ചടവ്. അങ്ങനെ വന്നപ്പോൾ ഇവർ 1.25 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. ഇനിയും 4 ലക്ഷം തിരിച്ചടയ്ക്കണമെന്നും ബാങ്ക് അധികൃതർ പറയുന്നു. പക്ഷേ ഇവരുടെ സ്വത്ത് നോക്കുമ്പോൾ 8 സെന്റ് സ്ഥലവും ഒപ്പം വീടുമുണ്ട്. മതിപ്പ് വില 20 ലക്ഷത്തോളം വരും. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെരുവഴിയിലാക്കിയത് എന്നാണ് ഈ കുടുംബാംഗങ്ങൾ തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, 80 വയസ്സുകാരിയായിട്ടുള്ള വത്സമ്മയും എങ്ങോട്ടേക്ക് പോകണം എന്നറിയാതെ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അവരുടെ വാക്കുകളാണ് നാം നേരത്തെ കേട്ടത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിന് ശേഷം CPM നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. CPMന്റെ ഏരിയ കമ്മിറ്റി
സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പ്രശ്നം ഇന്നലെ മാധ്യമ വാർത്തയെ തുടർന്നാണ് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങളിവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരെ ഈ വീടിന് പുറത്ത് താമസിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തോന്നിയുകൊണ്ട് ഒരു താൽക്കാലിക താമസ ക്രമീകരണം ഒരുക്കാനാണ് പ്രധാനമായും ഞങ്ങൾ ആദ്യം ശ്രമിച്ചത്. പക്ഷേ വത്സമ 80 വയസ്സുകാരായിട്ടുള്ള വത്സമ പറയുന്നത് അവർക്ക് ഈ വീടിനകത്ത് തന്നെ കിടക്കണം, അവരുടെ ആഗ്രഹം അതാണ്, അവർക്ക് മനസ്സിൽ ഭയമുണ്ട്, അല്ലെങ്കിൽ 3 പെൺമക്കളെയും കൊണ്ട് മറ്റ് എവിടേക്കെങ്കിലും പോകാൻ മാർഗമില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് ഇപ്പോൾ ഭരിക്കുന്നത് CPM ആണല്ലോ, സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണല്ലോ, വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് CPM-ന്റെ മന്ത്രിമാരാണല്ലോ. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ലേ? അല്ല, അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് ഞങ്ങൾ ഇന്നലെ അതിനുശേഷം പോയതിൻ്റെ വിവരം ഇവരെ അറിയിക്കാനാണ് വന്നത്. അപ്പോൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു, ബാങ്കുമായും ബന്ധപ്പെട്ടു. വായ്പാ കണക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ തുക കുറവ് ചെയ്ത്, പരമാവധി തുക കുറവ് ചെയ്ത് കൊടുക്കണമെന്ന് ബന്ധപ്പെട്ട സഹകരണ വകുപ്പിനോടും അതുപോലെ തന്നെ ബാങ്കിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അവരുടെ വായ്പാ കണക്ക് അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം CPM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. അതാണ് CPM നേതൃത്വവും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ നികേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, 14% പലിശയ്ക്ക് ഇവർക്ക് വായ്പ കൊടുത്തതിന് ശേഷം 2 ലക്ഷം രൂപയാണ് ഇവർക്ക് വായ്പ നൽകിയത്. ഈ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് ഗൃഹനാഥനായിട്ടുള്ള ഹരികുമാർ വായ്പ എടുത്തത്. അദ്ദേഹം സ്വർണ്ണപ്പണിക്കാരനാണ്. പിന്നീട് അദ്ദേഹത്തിന് ഹൃദ്രോഗം വരുന്നു, ഹെർണിയുടെ അസുഖം വരുന്നു, ഒരു രീതിയിലും ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് 3 പെൺമക്കളും ഭാര്യയും മാതാവും അടങ്ങിയ ഈ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവരെ സംബന്ധിച്ച് ഈ തുക തിരിച്ചടയ്ക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്രാപ്യമായിരുന്നു. അങ്ങനെയാണ് തിരിച്ചടവ് മുടങ്ങിയത്. തുടർന്ന് ബാങ്ക് അധികൃതർ കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് ബാങ്ക് അധികൃതരും ഒപ്പം കോടതിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരും എത്തി ജപ്തി നടപടിയിലേക്ക് കടന്നത്. ഇനിയിപ്പോൾ ഈ വസ്തു ലേലം വെക്കും എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നിയമം അനുസരിച്ചാണെങ്കിൽ ആ ലേലത്തിൽ ഇവർക്ക് ഈ വീടും പുരയിടവും തിരിച്ചു പിടിക്കുക എന്നുള്ളതും നടക്കുന്ന കാര്യം തന്നെയല്ല. അതുകൊണ്ടാണ് മൂത്ത മകൾ ഹരിത പറഞ്ഞത് 8 സെന്റ് ഭൂമി ഉള്ളതിൽ തങ്ങൾ എത്ര രൂപയാണോ തിരിച്ചടയ്ക്കാനുള്ളത് അതിൻ്റെ വാല്യൂ കണക്കാക്കി ആ ഭൂമി മാത്രം ബാങ്ക് ഏറ്റെടുത്ത് ഈ വീടെങ്കിലും ഒഴിവാക്കി തരണമെന്ന് അവർ പറയുന്നത്. നികേഷ്, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.